ഇത്രയും ഗൗരവമായിട്ട് പൂജയെ കാണുന്ന ഒരാള് മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നോ? മറന്നുപോയി എന്നുള്ളത് സത്യമാണ് സാറേ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ ഉള്ള മാഡത്തിന്റെ വേഷമാണോ ഇത്? നോക്കിയേ, നെറ്റിയിലെ സിന്ദൂരം വരെ മായ്ച്ചു കളഞ്ഞു. അത് പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോ ചേഞ്ച് ചെയ്യുന്നതാ. അതെ അതെ. ഓക്കെ ഓക്കെ. സത്യത്തിൽ ഇപ്പൊ സംഭവം എന്താണെന്നറിയോ? എനിക്ക് ഭാര്യമാര് 2 പേരാ. ഒന്ന് സിത്താര മേഡത്തിന്റെ മകൾ ഫാഷനബിൾ ആയ ഗാഥ, മറ്റൊന്ന് കളരിക്കൽ തറവാട്ടിലുള്ള പാവം ഗാഥ. ഇതിലേതാ ഒറിജിനൽ? നവീൻ എന്നെ കളിയാക്കിയതാണോ? അല്ലടോ, ഈ ചേഞ്ച് കാണുമ്പോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? മണിക്കുഞ്ഞ് ഒന്ന് സ്പീഡിലോട്ടോ. പിന്നെന്താ, അല്ലെങ്കിൽ മിക്കവാറും അടുത്ത വണ്ടിയെടുത്ത് അമ്മ അന്വേഷണത്തിന് ഇറങ്ങും. ആ ഗാഥ, ഇന്നത്തെ നമ്മുടെ പ്രസന്റേഷനിൽ താൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയായിരുന്നു? എടോ, വിട്ടുപോയി. എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണം താൻ പൂർണ്ണമായിട്ടും വിട്ടുപോയി. ഒന്ന് ഓർത്ത് പറഞ്ഞേ. എടോ, അത് ഏതാണെന്നൊന്ന് ഓർത്ത് പറ. എനിക്കൊന്നും ഓർമ്മയില്ല നവീൻ. എടോ, താൻ ഓർത്തെടുത്താൽ അത് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത ഒരാൾക്ക് അത് ഓർത്തെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടോ? മാഡത്തെ കുറിച്ച് നവീൻ സാർ പറയുന്നത് എന്താണെന്നറിയോ? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നാ. അത്രയ്ക്ക് ആ ഓർമ്മ, അത്രയ്ക്ക് ഷാർപ്പല്ലേ? പിന്നല്ലാതെ. ഓർത്തിട്ട് കിട്ടിയോടോ? ഇല്ല. താൻ മുതിർന്നവരുടെ കാര്യം പറഞ്ഞില്ലേ? അവിടേക്ക് വരുന്ന മക്കളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ വരുന്ന കുട്ടികളുടെ കാര്യം പറയാനായിട്ട് താൻ വിട്ടുപോയി. അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് താൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു? എനിക്കങ്ങോട്ടത് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. പറയൂ മാഡം, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോ എല്ലാം കൂടെ ഓർത്തിരിക്കേണ്ടതല്ലേ? അത് നവീൻ, ഞാൻ പിന്നെ പറയാം. ഓക്കെ ഓക്കെ. മമ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ പെട്ടെന്ന് തട്ടിപ്പറിച്ചതിന്റെ നല്ല പരിഭവം തന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതോ പെട്ടെന്ന് മമ്മിയെ പിരിഞ്ഞു പോകുന്നതിന്റെ ആണോ? എന്തായാലും കുഴപ്പമില്ല. അതൊക്കെ കളരിക്കൽ ചെല്ലുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. മാഡത്തിന്റെ പരിഭവങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ എന്റെ സാറിനിപ്പോ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എടോ മാണിക്കുഞ്ഞെ, മര്യാദയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ചേ. വേണ്ട വേണ്ട, ഞാനെല്ലാം കാണുന്നുണ്ട് സാറേ.